ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് +1 മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പേജ് നമ്പർ 4 എക്സാമ്പിൾ 3 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാമ്പിൾ 3ഉം 4ഉം നമുക്ക് ഇവിടെ തന്നെ കവർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻ എന്തുവാന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. റൈറ്റ് ദ സെറ്റ് എ ഇസ് ഈക്വൽ ടു 1, 4, 9, 16, 25 എക്സെട്ര. അപ്പം ഞാൻ ആ സെറ്റ് ഇങ്ങോട്ട് എഴുതുവാണ്. എക്സാമ്പിൾ 3 എന്തുവാ എ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 4, 9, 16, 25 എക്സെട്ര ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ നമുക്ക് ഇത്രയുമാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ റോസ്റ്റർ ഫോം തന്നിട്ട് നമ്മുടെ അടുത്ത് എന്തോ പറഞ്ഞേക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു എന്തുവാണ് സെറ്റ് ബിൽഡർ ഫോം എന്നൊക്കെ അല്ലെ. സോ അതിന്റെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാം. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനായിട്ട് സിമ്പിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. എ ഇസ് ഈക്വൽ ടു, ഇതിന്റെ ആൻസർ ആണ്. ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എ ഇസ് ഈക്വൽ ടു, നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? എ ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ്. ഇത് എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്നതാണ് അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് എഴുതിയൊരു സാധനമാണ്. ഇനി നമുക്ക് എഴുതാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഈ റോസ്റ്റർ ഫോം ഒന്ന് നോക്കിയേ. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും നോക്കിയേ. ഈ 1 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ഇത് 2ന്റെ സ്ക്വയർ അല്ലേ? ഇത് 3യുടെ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് അല്ലേ നമുക്ക് ഇവിടെ ഉള്ളത്? എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ 1, 2, 3, 4 ആണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. ഒന്ന് പറഞ്ഞുതരാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്പർ ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പോരെ? സച്ച് ദാറ്റ് എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ അല്ലേ? എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ. എന്നിട്ട് നമ്മൾ സെറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ എഴുതാം. സോ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം ആക്കി. അപ്പൊ നമ്മൾ അതിനെ വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോം സെറ്റായി. ഇനി നമുക്ക് ഇങ്ങനെ അല്ലാതെ വേറൊരു രീതിയിലും കൂടെ ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഇതിപ്പോൾ കുറെ വലിയ വേർഡ്സിൽ എഴുതിയിരിക്കുവാണ്. ഇത്ര എഴുതിയാൽ തന്നെ ആൻസർ ആണ് കേട്ടോ. അല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഓർന്നിട്ടിട്ട് ഞാൻ ഒരു മെത്തേഡും കൂടെ കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ തരാം. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പറഞ്ഞു എൻ ഈ ക്യാപിറ്റൽ ലെറ്റർ എൻ ഡിനോട്ട് ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെയാണ് അല്ലെ. അപ്പൊ ഞാനിങ്ങനെ എൻ എന്ന് എഴുതിയിട്ടാണ് 1, 2, 3, 4 എക്സെട്ര എഴുതിയത്. സോ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനും റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിന് പകരം നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് ഞാനൊരു വേരിയബിൾ കൊടുക്കാൻ പോവാ എൻ സ്ക്വയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എപ്പോഴും എന്തുമായിരിക്കും? എൻ സ്ക്വയർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ എന്ന് പറയുന്നതിന്റെ സ്ക്വയർ. സോ എൻ 1 ആണെങ്കിൽ 1ന്റെ സ്ക്വയർ ആയിരിക്കും എന്റെ ആൻസർ അല്ലെ. എൻ 2 ആണെങ്കിൽ എന്റെ സ്ക്വയർ ആയിരിക്കും എന്റെ ആൻസർ. അപ്പോൾ അതാണ് നമ്മുടെ എക്സിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്നിന്റെ സ്ക്വയർ എത്രയാണ്? 1. സോ എക്സിന്റെ വാല്യൂ എത്രയായി? 1 ആയി. എന്നിന്റെ സ്ക്വയർ, അപ്പൊ എൻ എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 4 ആണ് എക്സിന്റെ വാല്യൂ. അങ്ങനെ നമുക്ക് ആ സെറ്റ് മൊത്തമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമുക്ക് സ്ക്വയർ നമ്പേഴ്സുകളെല്ലാം ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ എഴുതാം. കൊമ വേർ, കാരണം എൻ എന്തുവാന്ന് പറയണ്ടേ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കൂടെ എഴുതുവാണ്. വേർ എൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു സിംബൽ ഇടും. ഓക്കെ, ഇത് ഇ അല്ല, ഞാൻ പറയാൻ തോന്നുന്നു എൻ. എന്നിട്ട് നമ്മുടെ സെറ്റ് അങ്ങ് ക്ലോസ് ചെയ്യണം. നോക്കിയേ, എൻ, ഈ എൻ എന്ന് പറയുന്നത്, ഇവിടെ ഇട്ടേക്കുന്ന എൻ എന്ന് പറയുന്നത് ബിലോങ്സ് ടു
നാച്ചുറൽ നമ്പർ എന്നാണ് ഇതിനെ വായിക്കുന്നത്. എന്താ വെച്ചാൽ വേർ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈ ഒരു സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ആണ്. സോ ഈ സിമ്പിൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ബിലോങ്സ് ടു എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, നാച്ചുറൽ നമ്പറിന്റെ അകത്ത് വരുന്ന നമ്പേഴ്സ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ബിലോങ്സ് ടു എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ എല്ലാ കോർ കോൺസെപ്റ്റും പഠിച്ചു പോവാണേ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നോക്കിയേ, ബിലോങ്സ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 4 ഇത്രയുമാണ് എയുടെ സെറ്റ് എങ്കിൽ നമുക്കിങ്ങനെ പറയാം, 1 എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ ആണ്. ഓക്കെ ആണോ? 1 എയുടെ അകത്തുണ്ട് എന്നാണ്. 1 എന്ന് പറയുന്നത് എയുടെ ഒരു എലമെന്റ് ആണെന്നാണ് നമ്മൾ ബിലോങ്സ് ടു വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാലോ, 4 ബിലോങ്സ് ടു എ. പക്ഷേ നമുക്ക് എന്ത് പറയാം? 5 എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു എ. 5 അതിനകത്തുണ്ടോ? ഇല്ല. അപ്പം നോട്ട് ബിലോങ്സ് ടു ഉണ്ട്, ബിലോങ്സ് ടു ഉണ്ട്. ഓക്കെ ആണോ? അപ്പം ബിലോങ്സ് ടു എന്ന് വെച്ചാൽ എന്തുവാ? അതിന്റെ ഭാഗമാണ്. അപ്പൊ നാച്ചുറൽ നമ്പറിന്റെ ഭാഗമാണ് ഈ n എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാലും നമുക്ക് എന്തായിട്ട് മാറി? അത് ഒരു ഷോർട്ട് ആയിട്ട് നമ്മൾ സെറ്റ് ബിൽഡ് ഫോം എഴുതുന്നതിന്റെ ഒരു രീതി ആണ്. മനസ്സിലായല്ലോ ഇത്രയും? അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് എക്സാമ്പിൾ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഫോർത്ത് എക്സാമ്പിളും കൂടെ നോക്കാം. ഈ തേർഡ് എക്സാമ്പിളും ഫോർത്ത് എക്സാമ്പിളും ഏകദേശം സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വാച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ എങ്ങനെയാടാ? എക്സാമ്പിൾ 4 റൈറ്റ് ദ സെറ്റ് എന്നിട്ടിട്ട് നമുക്ക് സെറ്റ് തന്നിട്ടുണ്ട്. ഇപ്പൊ സെറ്റിന് പേരില്ല ഇവിടെ, അതുകൊണ്ട് ഞാനൊരു പേരിട്ട് കൊടുക്കുവാണ്. സോ ഇപ്പൊ ബി എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് 1/2, പിന്നെ 2/3, 3/4, 4/5, 5/6 ആൻഡ് 6/7. ഇതൊക്കെയാണ് നമ്മുടെ സെറ്റുകൾ. എന്നിട്ട് പറഞ്ഞേക്കുവാണ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഈ റോസ്റ്റർ ഫോമിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലാക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ്, ഇത്രയും നമ്മൾ സാധാരണ എഴുതുന്ന, ഇസ് ഈക്വൽ ടു, നമുക്കിവിടെ നമ്പറിന്റെ പ്രത്യേകതകൾ നോക്കാം. നോക്കിയടാ, ഇവിടെ 1 2 3 4 5 6 ഓർഡറിൽ അങ്ങ് പോകുന്നുണ്ടല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് ആണ് മേളിൽ വന്നേക്കുന്നത്. അപ്പം നമുക്ക് എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? സോ ലൈക്ക് എൻ ആണ് മേളിൽ വരുന്നത്, എൻ ആണ് ഡിവൈഡഡ് ബൈ അടിയിൽ വരുന്ന നോക്കിയേ, ഇവിടെ 1 ആണെങ്കിൽ 1ന്റെ കൂട്ടത്തിൽ എത്ര പ്ലസ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുന്നത്? 1 പ്ലസ് ചെയ്യുമ്പോൾ. അപ്പം എന്നിന്റെ കൂടെ 1 പ്ലസ് ചെയ്ത് നമുക്ക് അടിയിലത്തെ നമ്പർ കിട്ടും. നിങ്ങൾ ഇങ്ങനെ പാറ്റേൺ നോക്കുക കേട്ടോ, എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. നമ്മൾ കുറെ ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നോക്കി, ഇവിടെ 6 ആണ്. അപ്പം മേളിൽ 6 ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ 1 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. അപ്പൊ മേളിൽ n ആണെങ്കിൽ എന്നിന്റെ കൂട്ടത്തിൽ 1 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിലത്തെ നമ്പർ കിട്ടും. ഓക്കെ ആണോ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ n/n+1 ഇതാണ് എക്സിന്റെ വാല്യൂ വരുന്നത്. എന്നിട്ട് നമ്മൾ കോമ ഇട്ടിട്ട് നമ്മൾ നേരത്തെ എഴുതിയ പോലെ അങ്ങ് എഴുതാം, വേർ n ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എന്ന് നമുക്ക് എഴുതാം, അല്ലെ? n ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ n എന്ന് എഴുതി കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ലിമിറ്റഡ് ആണ്, അല്ലെ? നേരത്തെ ക്വസ്റ്റിനകത്ത് നമുക്ക് ഇങ്ങനെ പോകുമായിരുന്നു, അങ്ങ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇവിടെ എത്ര സെറ്റേ ഉള്ളൂ? എത്ര എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്? 1 2 3 4 5 6 എലമെന്റ്സ് കൊണ്ട് നിൽക്കുവാണ്. കാരണം എന്താ? നമുക്ക് 1ൽ നിന്ന് തുടങ്ങി 6 വരെ വന്നാൽ മതി, അതിൽ കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഒരു കണ്ടീഷനും കൂടെ കൊടുക്കാം. നമുക്ക് കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് എഴുതാം. സോ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, ആൻഡ് എന്തെഴുതാം? 1. ഓക്കെ, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് ലെസ് ദാൻ അതിന്റെ കൂട്ടത്തിൽ ഈക്വൽ ടു കൂടി ഇടുവാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. എന്നിട്ട് സെറ്റ് ക്ലോസ് ചെയ്യുക. ഇതിന്റെ അർത്ഥം എന്തുവാടാ? 1 എന്ന് പറയുന്നത്, ഇതിന്റെ അർത്ഥം എന്തുവാ? n എന്ന് പറയുന്നത്, എന്നിന് ഏതൊക്കെ വാല്യൂ പോകാം? 1 വരാം. കാരണം എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 1 വരാം. പിന്നെ എന്തൊക്കെ വരാം? n എന്ന് പറയുന്നത് 1ന്റെയും 6ന്റെയും ഇടയ്ക്ക് കിടക്കുവാണ്. അപ്പൊ 1ന്റെയും 6ന്റെയും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും വരാം. സോ ഞാൻ എഴുതുവാണ് 2 3 4 5 വരെ വരാം. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് നമുക്ക് 6ഉം കൂടെ എഴുതാം. അപ്പൊ എല്ലാ നമ്പേഴ്സും ആയില്ലേ? 1 to 6 വരെ നമുക്ക് കിട്ടി. അപ്പൊ 1 to 6 വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിയിലത്തെ നമ്പർ എന്തുവാ? അതിന്റെ കൂടെ 1 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് അടിയിലത്തെ നമ്പേഴ്സ് എല്ലാം കിട്ടും. സോ 1 to 6 വരെ നമുക്ക് എന്തായാലും n വന്നുകൊണ്ടിരിക്കണം, അല്ലെ? അപ്പോൾ എന്നിന്റെ വാല്യൂസ് നമുക്ക് ഏതൊക്കെയാന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എവിടെ തൊട്ട് എവിടെ വരെയാ?
ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയും അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ ആയി. ഞാനിത് അടിയിലോട്ട് എഴുതിയതാണ്, ആൻഡ് കഴിഞ്ഞിട്ട് അങ്ങ് എഴുതി പോകണം കേട്ടോ. സോ ഇതാണ് നമ്മുടെ 4th എക്സാമ്പിളിന്റെ ആൻസർ. നമുക്ക് എക്സസൈസിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും സെറ്റ് ആകും. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് എക്സസൈസിലേക്ക് പോകാം. സോ 5ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ ചെയ്യാം. സോ താങ്ക് യു.